കഴിഞ്ഞ ദിവസം നമ്മൾ സ്കെച്ച് ബുക്കിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് വേറൊരു സ്കെച്ച് ബുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ നമ്മൾ ആടിനെയും കൊണ്ടുവന്നതാണ്. സാധാരണ ആടിനെയും കൊണ്ടുവരുമ്പോൾ ഞാൻ ഈ മരത്തിൻ്റെ മുകളിലാണ് കയറിയിരിക്കാറ്. ഈ സ്കെച്ച് ബുക്കിനകത്തെ മദനൻ സാറൊരു സൈനുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് 2021 എൻ്റെ കയ്യിൽ ഈ ബുക്കുള്ളത്. സാറ് സൈനുള്ള ഡേറ്റ് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഞാൻ വാട്ടർ കളറും അക്രലിക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചിലത് കംപ്ലീറ്റ് ചെയ്യാത്ത വർക്കുകളും ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഈ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ കാരണം ഇവർ തൊട്ട താഴത്ത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ചുറ്റിപ്പറ്റി നിന്നോളും. സാധാരണ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഈ മരത്തിൻ്റെ മുകളിൽ തന്നെ കയറിയിരിക്കാറ്. ഇതെൻ്റെ എത്രാമത്തെ സ്കെച്ച് ബുക്കാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ സ്കെച്ച് ബുക്കുകൾക്ക് ശേഷമുള്ള ഒരു 10-30 സ്കെച്ച് ബുക്കിൻ്റെ മുകളിൽ വാങ്ങിയതിന് ശേഷമുള്ള സ്കെച്ച് ബുക്കൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളും ഡെയിലി സ്കെച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വരയ്ക്കണം എന്ന് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, വര ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഡെയിലി സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം സ്കെച്ച് ബുക്ക് സ്കെച്ച് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ച് ബുക്ക് തന്നെ ആവണമെന്നില്ല, ഏത് പേപ്പറിലായാലും ഡെയിലി സ്കെച്ച് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇമ്പ്രൂവ് ആവും.